വിസ്മയം എന്ന വാക്ക് കേരളത്തിൽ ചർച്ചയാക്കിയ ആളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആദ്യ ബജറ്റിൽ ചില വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന സൂചന അദ്ദേഹം നേരത്തെ നൽകുകയും ചെയ്തിരുന്നു. 1 മണിക്കൂർ 39 മിനിറ്റ് നീണ്ട ഇന്നത്തെ ബജറ്റ് അവതരണത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? തീരദേശ മേഖലയ്ക്കും തുറമുഖ വികസനത്തിനുമൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള ദീർഘകാല പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ഇന്നത്തെ ബജറ്റിന്റെ പ്രധാന ഹൈലൈറ്റ്. അധിക നികുതി ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളെ സ്പർശിക്കുന്ന, അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന എന്തൊക്കെ പദ്ധതികൾ ഇന്നത്തെ ബജറ്റിലുണ്ട്? സർക്കാർ ജീവനക്കാരെ ചേർത്തുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുമാത്രമല്ല, അധിക നികുതി ഏർപ്പെടുത്താതെ കൂടുതൽ പണം കണ്ടെത്താനുള്ള മാന്ത്രിക വിദ്യ ഇന്നത്തെ ബജറ്റിലുണ്ടോ? ആദ്യ ബജറ്റിൽ വിസ്മയങ്ങൾ തീർത്തോ വി.ഡി. സതീശൻ എന്നാണ് ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ദൗസർ, എങ്ങനെയാണ് ഇന്നത്തെ ബജറ്റിനെ നോക്കിക്കാണുന്നത്? എങ്ങനെ വിലയിരുത്താം? ഒന്നാമത്തെ, ഞാൻ പലവട്ടം ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞ കാര്യമാണ്, ഈ GST വന്നതിന് ശേഷം സംസ്ഥാന ബജറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രസക്തിയില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ധനസമാഹരണത്തിനുള്ള സംസ്ഥാനത്തിൻ്റെ അവകാശ സാധ്യതകളുടെ മഹാഭൂരിഭാഗവും കട്ട് ഓഫാണ് GST വന്നതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ GSTക്ക് ശേഷമുള്ള സംസ്ഥാന ബജറ്റ് അല്ലെങ്കിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് എന്നുള്ളത് തന്നെ അതിൻ്റെ പ്രസക്തി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും സംസ്ഥാന ബജറ്റുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാന ബജറ്റിൽ വൻ വിസ്മയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല, നമ്പർ 1. പിന്നെ സാധാരണ ഉള്ള ഒരു ബജറ്റിൽ അവിടെ ഒരു മൂത്രപ്പുര, അവിടെ ഒരു പിന്നെ കോളേജ്, ഇങ്ങനെയൊക്കെയുള്ള ആ ജില്ലയ്ക്ക് ഇത്ര, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബജറ്റുകൾ സാധാരണ ഉണ്ടാവുക. വെച്ചാൽ അവരുടെ ഈ ലോക്കൽ പൊളിറ്റിക്കൽ കമ്പൽഷൻസിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ആ നിലക്ക് നോക്കുമ്പോൾ ഈ ബജറ്റ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു വിഷണറി ബജറ്റാണ്. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നമ്മുടെ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന, ചില സ്വപ്നങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ബജറ്റ് എന്നുള്ള നിലക്ക് വളരെ ശ്രദ്ധേയമാണ്. ഒരു പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഓരോ വിഷയത്തിലും ഇന്ന നടപടികൾ എന്നൊരു ഡീറ്റെയിലിംഗ് ആ ബജറ്റിലില്ല. ഇപ്പം ദിവ്യനെ സൂചിപ്പിച്ചതുപോലെ ഈ ബ്ലൂ എക്കണോമിയുമായി ബന്ധപ്പെട്ട് മിഷൻ സമുദ്ര ബ്ലൂ എക്കണോമി എന്നുള്ളത് മുമ്പ് കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ നീതി ആയോഗിൻ്റെ മീറ്റിങ്ങിലാണെന്നാണ് ഓർമ്മ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്ലൂ എക്കണോമിയെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സമുദ്രം തീരമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ സമുദ്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വികസനം, സാമ്പത്തികമായിട്ടുള്ള വ്യവഹാരങ്ങൾ, അത് വളരെ പ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണ്. അപ്പോൾ ഇതിൽ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച്, പ്രത്യേകിച്ച് ചരക്ക് നീക്കത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലളിതമായിട്ട് ആളുകൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുകയാണ് കേരളം. അവിടെ അത്രയും കടൽ തീരമുണ്ട്. ഈ റോഡിലെ കഞ്ചഷൻ ഒഴിവാക്കിയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ നന്നച്ചുരിയുന്ന ചരക്ക് നീക്കമെങ്കിലും നമുക്ക് കടലിലൂടെ ആക്കിക്കൂടെ, ബാർജ് വഴി ആക്കിക്കൂടെ എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളായിട്ട് കേരളത്തിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്കീമുകളാണ് കടലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വികസനം എന്നുള്ള ഒരു വലിയൊരു ഏരിയ ആണ് ഈ മിഷൻ സമുദ്ര എന്ന പേരിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് സിൽവർ എക്കണോമിയെക്കുറിച്ച് പറയുന്നുണ്ട്. സിൽവർ എക്കണോമി എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു 20% എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഒരു അപൂർവതയുള്ള ഒരു ഡെമോഗ്രാഫിക് പാറ്റേൺ നിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഈ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ്. എന്ന് വെച്ചാൽ ഒരു ഉൽപ്പാദനക്ഷമത കുറഞ്ഞൊരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ തോതിൽ ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ ആ വൃദ്ധരായ ആളുകളെ അവരെങ്ങനെ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ പങ്കാളിയാക്കാം, ഉൽപ്പാദനത്തിൽ പങ്കാളികളാക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന സിൽവർ എക്കണോമി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നു. നോളജ് വാലി എന്ന് പറയുന്ന കാഴ്ചപ്പാടും, അങ്ങനെ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ അല്ലേ, അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്വപ്നങ്ങൾ, ചില ആശയങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഓരോ കാര്യത്തിലെയും പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ എന്താണ്, അപ്പോൾ ആ സ്വപ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിനുള്ള അലൊക്കേഷനെ കുറിച്ച് പറയുന്നു, ഇത്ര കോടി എന്ന ഓരോ ഏരിയയെക്കുറിച്ച് പറയുന്നു. അതിലുള്ള ഓരോ മേഖലയിലെയും പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ് ഇല്ല. അതിലേക്ക് കടക്കുമ്പോഴാണ് എന്തൊക്കെയായിരിക്കും ആ പ്രാക്ടിക്കൽ സ്റ്റെപ്സ്, അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിവേ ആ നിലക്ക് ഞാനിതിനൊരു ബജറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു വിഷൻ ഡോക്യുമെൻ്റ് എന്ന് വിളിക്കാനാണ് വിചാരിക്കുന്നത്. വളരെ ബ്രൈറ്റായിട്ടുള്ള, വളരെ കോൺഫിഡൻസോടുകൂടി, അതും വളരെ പ്രധാനമാണ്.
കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്ന അതിനുള്ള ഒരുപാട് വിസ്മയ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന അർത്ഥത്തിൽ വളരെ പ്രധാനമാണ്. പക്ഷേ അതിൽ ഇതിലൊക്കെ പ്രശ്നം വരുന്നതിന് ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കുമ്പോഴാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെമോഗ്രഫി ബജറ്റ് പ്രസംഗത്തിലും ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും കേരളത്തിൻ്റെ ജനസംഖ്യാ ഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഞാൻ മുമ്പായിട്ട് ഫോക്കസ് പറഞ്ഞ കാര്യമാണ്. കേരളത്തിലെ ജനസംഖ്യ ഡെമോഗ്രാഫിക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അപകടങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ഗ്ലോബൽ എന്താണ് ജോബ് ടവറിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്നു. നമുക്ക് ആ ഒറ്റൊരു ഫിനോമിന എടുക്കുക ദിവ്യ. നമ്മുടെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്നത് എവിടേക്ക് പോവുകയാണ്? വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോവുകയാണ്. അവർ നല്ലൊരു ശതമാനം പോകുന്നത് ജോലിക്കല്ല, പഠിക്കാനാണ് പോകുന്നത്. പഠിക്കാൻ വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ടാണ് അവർ പഠിക്കാൻ പോകുന്നത്. ആ പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങൾ കറക്റ്റാണോ, തട്ടിപ്പാണോ, മര്യാദകളാണോ എന്നുള്ള ക്വസ്റ്റ്യൻ വേറെയുണ്ട്. നമുക്ക് ലക്ഷക്കണക്കിന് രൂപ കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ്, അല്ലേ? വലിയ കോടിക്കണക്കിന് രൂപ കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ്. നമുക്ക് ഈ ചെറുപ്പക്കാരുടെ വാക്വം വലിയ തോതിലുണ്ട്. ലേബർ ഫോഴ്സിൽ വലിയ വാക്വം ഉണ്ട്. അത് ഫില്ല് ചെയ്യുന്നത് ആരാണ്? ഉത്തരേന്ത്യയിൽ നിന്നും ബംഗാളിൽ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികൾ. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? അവരും കേരളം എന്നുള്ള കോടിക്കണക്കിന് രൂപ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരു ഇരട്ട ഇരുതല മൂർച്ചയുള്ളൊരു വാൾ അതിനകത്തുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ ധാരാളമായിട്ട് പുറത്തേക്ക് പോകുന്നു, ജോലിക്ക് പോകുന്നുണ്ട്, പഠിക്കാൻ പോകുന്നുണ്ട്. അവർ പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് പോകുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ജോലിക്ക് പോകുന്ന ആളുകൾ എടുക്കുക. ജോലിക്ക് പോകുന്ന ആളുകൾ ഇങ്ങോട്ട് റെമിറ്റൻസ് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഗൾഫിൽ പോകുന്ന ആളുകളുടെ റെമിറ്റൻസ് ഇവിടേക്ക് വരുമെന്ന് വിചാരിക്കാം. പക്ഷേ യൂറോപ്പിലേക്ക് പോകുന്ന ആളുകളുടെ ആ നിലയ്ക്ക് റെമിറ്റൻസ് ഉണ്ടാകുന്നില്ല. അവിടെ സെറ്റിൽ ആവുകയാണ്. അവർ PR എടുക്കാനാണ് ശ്രമിക്കുന്നത്. കുടുംബത്തിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വലിയ തോതിൽ പണം പുറത്തേക്ക് പോകുന്നു, ഈ ആളുകൾ പുറത്തേക്ക് പോകുന്നു, പണം പുറത്തേക്ക് പോകുന്നു. ആ വാക്വം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ പണം വലിയ തോതിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അപ്പോൾ ഈ ജോബ് വാച്ച് ടവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ഇവർ പുറത്തേക്ക് പോകണ്ട, പുറത്ത് അവർക്ക് ലഭ്യമാകുന്ന സർവീസ് അതിവിടെ തന്നെ ലഭ്യമാക്കാം. അല്ലെങ്കിൽ അത്തരം ഇൻ്റർനാഷണൽ ജോബിനൊക്കെ പ്രാപ്തമാക്കുന്ന തരത്തിൽ ഇവിടെ ഒരു നോളജ് ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെതായ ആ ഒരു സംഗതി വളർത്തിയെടുക്കാമെന്നാണ് നോളജ് വാലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു വിഷൻ എന്നുള്ള നിലക്ക് വളരെ ഗംഭീരമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് കേരളം കാത്തിരുന്നു പോകുന്നത്. ഈ ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ അളവ് പ്രൊപ്പോർഷൻ വലിയ തോതിൽ കുറവ്. നമ്മുടെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. ഇത് അറൗണ്ട് 33 ഐ തിങ്ക്. അപ്പോൾ ആ നിലയ്ക്ക് മീഡിയൻ ഏജ് ഏറ്റവും കൂടിയ സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. അപ്പോൾ അതിൽ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം, അപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പ്രോഗ്രസീവ് ഫോഴ്സ് വലിയ തോതിൽ യാഥാസ്ഥിക ചിന്തയാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ സത്യസന്ധമായ വിഷയത്തെ നമ്മൾ കാണണം. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ജനറേഷണൽ ട്രാൻസിഷൻ ഉണ്ടല്ലോ, തലമുറ കൈമാറ്റം. അതിനകത്ത് വലിയ വിടവുണ്ട് എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ ലേറ്റ് മാരേജ് ആൻഡ് ലേറ്റ് കാരേജ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ മറികടക്കാൻ പറ്റും? ഇപ്പോൾ ലേറ്റ് കാരേജ് സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും മുന്നേറുന്നു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. പക്ഷേ അതേസമയം ഇങ്ങനൊരു ഡെമോഗ്രാഫിക് ഇമ്പാക്റ്റ് അതിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനുള്ള വഴി? അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും മുന്നേറുന്ന സ്ത്രീകൾ അവരുടെ ചൈൽഡ് ബിയറിങ്, അവരുടെ കാരേജ്, അവരുടെ ഇത്തരം കാര്യങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ള സ്ട്രക്ചറൽ സപ്പോർട്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കൊടുക്കുവാൻ അതിനുള്ള മെക്കാനിസം ആര് പ്രൊവൈഡ് ചെയ്യണം? സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോഴിത് മറികടക്കാൻ പറ്റും. അല്ലാതെ ജോലിക്ക് പോകുന്ന സ്ത്രീയോട് നോക്കൂ, ഏർലി കാരേജാണ് നമ്മുടെ ഡെമോഗ്രഫിക്ക് ബെറ്റർ, നിങ്ങളുടെ ആരോഗ്യം തന്നെ ബെറ്റർ, അതാണ് എന്ന് അവരോട് ധർമ്മോപദേശം നടത്തിയിട്ട് മാത്രം കാര്യമില്ല. അതിനാവശ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്, ഒരു സപ്പോർട്ട് മെക്കാനിസം തന്നെ രൂപപ്പെടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ജനറേഷണൽ ഷിഫ്റ്റ്, അതിനകത്തുള്ള ഗ്യാപ്പ് കുറയും. കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഷ്രിങ്കിങ്, വലിയ തോതിലുള്ള കുറവ്, നമുക്കതുണ്ടാക്കുന്ന ഇക്കണോമിക് ഇമ്പാക്റ്റ് മാത്രം പരിശോധിച്ചാൽ മതി. നമ്മൾക്ക് കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ അതിൻ്റെ സ്പൈറലിംഗ് എഫക്റ്റ് ഉണ്ട്. അതാണ് ഡെമോഗ്രഫിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കണ്ടതുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. നമുക്ക് വലിയ ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിക്കുകയാണ്. ഒന്നാമത്തെ പ്രസവത്തിൻ്റെ ഇരട്ടി, രണ്ടാമത്തെ പ്രസവത്തിന്, മൂന്നാമത്തെ പ്രസവത്തിന് അതേ കൂടുതൽ. അതെവിടെയാണ് നോക്കണം? ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് വേറൊരു ജനസംഖ്യാ നയമുള്ള രാജ്യമാണ് നമ്മുടേത്. നമ്മൾ കേന്ദ്ര തലത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ ജനസംഖ്യാ നയം മറ്റൊന്നായിരിക്കുക തന്നെയാണ് ആ രാജ്യത്തെ ഒരു സംസ്ഥാനം, അതും NDA ഘടകകക്ഷി ഭരിക്കുന്ന സംസ്ഥാനം മറ്റൊരു വഴിയിൽ സഞ്ചരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഡെമോഗ്രാഫിക് ഇംപാലൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് പിരമിഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം വലിയ തോതിൽ അപകടകരമായ തരത്തിൽ ബാധിക്കും. അപ്പോൾ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബോൾഡായിട്ടുള്ള സ്റ്റെപ്പുകൾ അതിനകത്ത് എന്തുണ്ടാവും എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ജിയോഗ്രഫിക്കൽ ഇംബാലൻസ് എന്ന് പറയുന്ന ഗുരുതരമായ പ്രശ്നമുണ്ട്. അത് നമ്മൾ ഏറ്റവും എവിഡൻ്റായിട്ട് അത് പുറത്ത് വന്നത് ഈ പ്രിയദർശിനി പദ്ധതിയുടെ സമയത്താണ്. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ജില്ലയിൽ 98 ബസ്സേ ഉള്ളൂ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള മലപ്പുറത്ത് 98 ബസ്സേ ഉള്ളൂ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇത്രയും മാരകമായിട്ടുള്ള ഇംബാലൻസ് സംഭവിക്കുന്നത്? ഇതെല്ലാ കാര്യങ്ങളുണ്ട്. ദിവ്യ തളിപ്പറമ്പ് എന്നല്ലേ വരുന്നത്. തളിപ്പറമ്പ് എന്ന് പറയുന്ന താലൂക്ക് 2018 ആ താലൂക്ക് വിഭജിച്ചിട്ട് പയ്യന്നൂർ താലൂക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ തളിപ്പറമ്പ് താലൂക്ക് വിഭജിക്കണമെന്നും പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കണമെന്ന് പറഞ്ഞ ഡിമാൻഡ് റൈറ്റ് ഫ്രം 1960s കേരളത്തിലുണ്ട്. പക്ഷേ അത് നടന്നില്ല. 2018 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് നടക്കുന്നത്. ഈ തളിപ്പറമ്പ് താലൂക്ക് ആലപ്പുഴ ജില്ലയുടെ വലുപ്പമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 6 താലൂക്കുണ്ട്. മനസ്സിലായോ? ഇത് സ്ട്രക്ചറൽ ഇംബാലൻസ്. സർക്കാർ കൊടുക്കുന്ന സേവനങ്ങൾ, ഓരോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സേവനങ്ങൾ ഘടനാപരമായ ഇംബാലൻസ് തന്നെയുണ്ട്. അപ്പോൾ ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കാൻ, താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ കമ്മീഷൻ വെക്കുന്നുണ്ട്. അത് താലൂക്ക് രൂപീകരണത്തിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല, ജില്ലകളുടെ കാര്യത്തിൽ ഈ പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഈ ഘടനാപരമായിട്ടുള്ള ഈ അസന്തുലിതാവസ്ഥ അത് പരിഹരിക്കണം. അപ്പോൾ അതിലേക്കൊരു സ്റ്റെപ്പ് വെക്കുന്നു എന്നുള്ള നിലക്ക് വളരെ പ്രശംസനീയമാണ് അങ്ങനെ ഒരു കമ്മീഷനെ നിയമിക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ, ശ്രദ്ധേയമായിട്ടുള്ള പുതിയ ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള നിലയിൽ ബജറ്റ് ഗംഭീരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. അജിത് ദൗസർ പറഞ്ഞതുപോലെ ഒരു ലോങ് വിഷൻ ഈ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലപ്പുറം സർവ്വതല സ്പർശിയായ ഒരു ബജറ്റാണ് ഇന്നത്തേത് VD സതീശൻ അവതരിപ്പിച്ചതെന്ന് പറയാൻ കഴിയുമോ? 2021 പിണറായി വിജയൻ സർക്കാർ തുടർഭരണത്തിൽ വന്നപ്പോൾ അവരുടെ ആദ്യത്തെ ബജറ്റ് നോളജ് ബേസ്ഡ് എക്കോണമിയെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ഏത് സംസ്ഥാനത്താണെങ്കിലും ആ സംസ്ഥാനത്തെ സാമ്പത്തിക വളർച്ച അവിടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ മേലിലാണ്. ഇപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാടൊക്കെ എടുക്കുക, വലിയ എക്കോണമികളാണ് അതൊക്കെ. ഇപ്പോൾ തമിഴ്നാടിന് ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്നാലും അവർക്ക് ഭൂമി കൊടുക്കാൻ ഒരു പ്രശ്നമില്ല. ഗുജറാത്തിനും അത് തന്നെയാണ്. ബോംബെയെ സംബന്ധിച്ച് ബോംബെ ബ്രിട്ടീഷുകാർ കാലം മുതൽ തന്നെ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. അതിൻ്റേതായ അവർക്ക് അവരുടെ ഒരു വിഭവം അവിടെ ഉണ്ട്. ബോംബെ എന്ന് പറയുന്ന നഗരം തന്നെ അവിടെയുണ്ട്. അതുകൊണ്ട് ബോംബെക്ക് ചുറ്റുമുള്ള മഹാരാഷ്ട്രയിൽ വികസനം വളരെ പെട്ടെന്ന് സാധ്യമാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലാകെയുള്ളത് മനുഷ്യന്മാരായിരുന്നു. ആ മനുഷ്യന്മാരെ വെച്ചിട്ടാണ് ഇതുവരെ ഓടിക്കൊണ്ടിരുന്നത്. മനുഷ്യന്മാരെ വെച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റോ പ്രൊഡക്ഷൻ ഒന്നും നടക്കില്ല. മനുഷ്യന്മാർ തന്നെ പ്രൊഡക്ഷൻ ആവുന്നു, അവരെ കയറ്റി അയക്കുന്നു, അവർ കൊണ്ടുവരുന്ന റെമിറ്റൻസ് കൊണ്ട് ജീവിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ എക്കോണമി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ളൊരു മാറ്റമാണ് ഈ നോളജ് ബേസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. കാരണം മലയാളികൾ വിദ്യാസമ്പന്നരാണ്, ലിറ്ററസി ഉള്ളവരാണ്. അതുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി ഒരു സമ്പദ് വ്യവസ്ഥ രൂപം കൊണ്ടുവന്നുള്ള വലിയ മികച്ചൊരു കാഴ്ചപ്പാടായിരുന്നു പിണറായി വിജയൻ്റെ. പക്ഷേ നമ്മൾ കഴിഞ്ഞ 5 വർഷം 2021-2026 നോക്കി കഴിഞ്ഞാൽ അതിന് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ നോളജ് ബേസ്ഡ് എക്കണോമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം. ഇപ്പോൾ വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് ആ ബജറ്റിനെ തുടർന്ന് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നിലവിൽ തന്നെയുള്ള സർവകലാശാലകളുടെ അവസ്ഥ നമുക്കറിയാം. ഗവർണറുടെ കീഴടത്തിലും അല്ലാതെയും രാഷ്ട്രീയ നിയമനങ്ങളും പിൻവാതിൽ നിയമങ്ങളും ബന്ധു നിയമനങ്ങളും ഒക്കെ ആയിട്ട് കുഴഞ്ഞു മറിഞ്ഞൊരു വിവാദമായി മാറിയിരിക്കുകയായിരുന്നു. ഒന്നും നടന്നില്ല എന്ന് തന്നെ പറയാം. അതിലൊന്നും നടന്നു. അവിടെ നിന്നുള്ളൊരു ടേൺ എന്നോ ഷിഫ്റ്റ് എന്നോ പറയാവുന്ന ഒന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ബജറ്റിലുള്ളത്. അതായത് നോളജ് ബേസ്ഡ് എക്കോണമി അത് അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല, അതിനുവേണ്ടിയും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ മറ്റൊരു വിഭവമായ സമുദ്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ എക്കണോമി ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു പുതിയ കാഴ്ചപ്പാടാണിത്. അപ്പോൾ അതിനൊരു ഇതിനെക്കുറിച്ച് VD സതീശൻ മുമ്പും തെരഞ്ഞെടുപ്പിന് മുമ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം അത് കേരളത്തിൽ മുമ്പേ ഉയർന്നു വരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം അത് മുന്നോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബഡ്ജറ്റിലും അത് വന്നിട്ടുണ്ട്. സമുദ്രം കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു എക്കണോമിയെക്കുറിച്ചാണ്. ബ്ലൂ എക്കണോമി എന്നുള്ളത് മോദി സർക്കാരിൻ്റെ തന്നെ ഒരു മുദ്രാവാക്യമാണ്. പക്ഷേ മോദിയുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മോദി ആഗ്രഹിക്കുന്നത് ബ്ലൂ എക്കണോമി എന്ന് ആഗ്രഹിക്കുന്ന കടലിൽ നിന്ന് മൈനിങ് നടത്തുക, പ്രകൃതിവാതകമോ പെട്രോളോ കിട്ടുമെന്നുള്ള എക്സ്പ്ലോറേഷൻ നടത്തുക, മത്സ്യസമ്പത്തിൻ്റെ കയറ്റുമതി, അങ്ങനെ
സമുദ്രത്തിൽ നിന്ന് എന്തൊക്കെ ടാപ്പ് ചെയ്യാൻ പറ്റും ആ എന്നുള്ളതാണ്. മേഖലയിൽ സ്വകാര്യവൽക്കരണം സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള അവിടെ നിന്ന് ടാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മോദി ആഗ്രഹിക്കുന്നത്. വി ഡി സതീശൻ പക്ഷേ ഈ ബജറ്റിൽ ഔട്ട്ലൈൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. അത് നമുക്ക് തുറമുഖങ്ങളുണ്ട്, 2 അന്താരാഷ്ട്ര തുറമുഖം, ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക, അത് ബേസ് ചെയ്തുകൊണ്ടുള്ള തൊഴിൽ സാധ്യത വരാൻ കഴിയുന്ന വളർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ അത് ബജറ്റ് പ്രസംഗം വായിക്കും, ബജറ്റ് ഡോക്യുമെൻറ്റിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടായേക്കാം. ബജറ്റ് പ്രസംഗം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്കതിൽ ഡീറ്റെയിൽസ് ഇല്ല, എന്താണ് ചെയ്യാൻ പോകുന്നതില്ല. അവിടെ ഉയർന്നൊരു പ്രശ്നം, പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഉയർന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അദാനിക്ക് വേണ്ടിയുള്ള ബജറ്റാണെന്നാണ്. അതായത് വിഴിഞ്ഞം അവിടെ ഉണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തെ തുടർന്ന് വിഴിഞ്ഞം ബേസ് ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികളുണ്ട്, ബജറ്റിൽ പറയുന്നുണ്ട്. റിംഗ് റോഡുകൾ, അങ്ങോട്ട് ഈ തുറമുഖത്തേക്കുള്ള റോഡുകൾ, അത് നേരത്തെ തന്നെ പ്ലാനിലുള്ളത് തന്നെയാണ്. അതായത് വിഴിഞ്ഞത്തേക്ക് റോഡ് കൊണ്ടുവരിക, കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അങ്ങോട്ട് റെയിൽവേ കൊണ്ടുവരിക എന്നുള്ളത് നേരത്തെ പ്ലാനിലുള്ളതാണ്. അതിൽ ബജറ്റിൽ പ്രൊവിഷൻ വരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ പ്രശ്നം അവിടെയല്ല. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ ജില്ലയിലൊരു ഈ പറയുന്ന ഒരു എക്കണോമിക് കോറിഡോർ ആക്കി മാറ്റുന്നു. അത് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആലപ്പുഴ കൊല്ലം ജില്ലകൾ, ആ ജില്ലകളുടെ തീരപ്രദേശത്ത് ധാരാളം ധാതു മണലുണ്ട്. അപ്പോൾ ഇതാണോ അതിന് പിന്നിൽ? അതായത് ധാതു മണൽ ഖനനമാണോ അതിൻ്റെ പിന്നിൽ? ധാതു മണൽ ഖനനമാണെങ്കിൽ അതിനൊരു പ്രശ്നം. ഇപ്പോൾ 2023 നിയമ ഭേദഗതി വന്നിരുന്നു. NK പ്രേമചന്ദ്രൻ അതിനെ പാർലമെൻറ്റിൽ അതിശക്തമായി എതിർത്തു. അന്നത്തെ വ്യവസായ മന്ത്രി P രാജീവ് ഒരു കത്തയച്ചു കേന്ദ്ര സർക്കാരിന്. കാരണം ഈ ധാതുമണൽ ഖനനത്തിൽ സ്വകാര്യ മേഖലയെ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വലിയ ഡിബേറ്റ് അതിനെക്കുറിച്ച് നടന്നു. NK പ്രേമചന്ദ്രൻ്റെ ഒരു ഉജ്ജ്വല പ്രസംഗമുണ്ട് ലോക്സഭയിൽ, അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമുണ്ട്. പക്ഷേ ആ അമെൻമെൻറ്റിൽ ഈ കേരളത്തിൻ്റെ തീരപ്രദേശത്തെ ധാതുമണൽ ഖനനത്തിൽ പ്രൈവറ്റൈസേഷൻ അനുവദിക്കേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ നിയമ ഭേദഗതിയിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം തോറിയം ഉൾപ്പെടെയുള്ള ആണവ പ്രാധാന്യമുള്ള മിനറൽസ് ഇതിലുള്ളതുകൊണ്ട് അതിൽ പ്രൈവറ്റൈസേഷൻ വേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ നിയമപ്രകാരം അത് സാധ്യവുമല്ല. അപ്പോൾ കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് എക്കണോമി വർദ്ധിപ്പിക്കാമെന്നുള്ളതാണ് സതീശൻ്റെ പ്ലാനിങ്ങിൽ. അതല്ല. ഇനി കടൽ വഴിയുള്ള ഈ കടൽ ബേസ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളോട് അതിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതുമായി അനുബന്ധം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങളല്ല. ഇപ്പോൾ ഫിഷ് പ്രോസസ്സിങ് മുതൽ അതിൻ്റെ എക്സ്പോർട്ടിങ് മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പരമ്പരാഗതമായി ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. അതിനെ മോഡേണൈസ് ചെയ്യുക, അതിനെ കുറേ കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ പോലും ഇതിനെല്ലാം വേണ്ടത് കേന്ദ്രവുമായിട്ടുള്ള സഹകരണം ആവശ്യമാണ്. പണം വേണം, കേന്ദ്രവുമായിട്ടുള്ള സഹകരണം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ബജറ്റ് മുൻനിർത്തി തന്നെയാണ് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് ഇതിനു മുമ്പ് ഔട്ട് ഓഫ് ഫോഴ്സ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. കേന്ദ്രവുമായ ഗവർണറുമായ ഏറ്റുമുട്ടലിനില്ലാത്ത ഒരു സർക്കാരാണിത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രം ഇമ്പോസ് ചെയ്യുന്ന ഒരുതരം സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ചൊരു വാക്കും മിണ്ടുന്നില്ല. ധവളപത്രത്തിലില്ല, നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല, ബഡ്ജറ്റിലുമില്ല. അപ്പോൾ ഇതെന്താണ്? ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് ഒരു നിലപാട് തന്നെയാണ്. അതായത് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ രീതിയിലേക്ക് പോകേണ്ടതില്ല. കേന്ദ്രത്തിൻ്റെ കൂടി സഹകരണത്തോടെ ചില പദ്ധതികൾ നടപ്പാക്കേണ്ടി വരും. ഈ ബജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ടുള്ള പല പ്രധാനപ്പെട്ട പദ്ധതികളും കേന്ദ്രത്തിൻ്റെ സഹായത്തോടെയോ സഹകരണത്തോടെയോ നടപ്പാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതിപ്പോൾ ഈ ബ്ലൂ എക്കോണമി ബേസ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനമാണെങ്കിലും ഇനിയിപ്പോൾ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ലൈറ്റ് മെട്രോ ആണെങ്കിലും അങ്ങനെ തുടങ്ങിയ ഒട്ടുമിക്ക പ്രധാന പദ്ധതികളെല്ലാം കേന്ദ്രവുമായി ടൈപ്പ് ചെയ്തുകൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ബജറ്റ് എന്നുകൂടി വരുന്നു. അത് മോശമാണെന്നുള്ള അർത്ഥമല്ല, കേന്ദ്രമായിട്ട് അടികൂടി മാത്രമേ വികസനം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ നിർണായകമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാടുണ്ടാവണം. അതിപ്പോൾ PM ശ്രീയെക്കുറിച്ചാണെങ്കിലും അത് വൈസ് ചാൻസലർമാരുടെ നിയമനത്തെക്കുറിച്ചാണെങ്കിലും ഇന്നലെ ഗവർണർ യോഗം വിളിച്ച സംഭവം ഉണ്ടല്ലോ, അത്തരം സംഭവങ്ങളെക്കുറിച്ചാണെങ്കിലും അതിൽ നിലപാടുണ്ടാവണം. അത് ആ പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്താതെ വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന പഴയ ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യമായിട്ട് വി ഡി സതീശൻ പോയി കഴിഞ്ഞാൽ സതീശന് പലതും മുമ്പ് പറഞ്ഞ് പലതും വിഴുങ്ങേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഇതിൽ. പക്ഷേ ഇതൊരു ഡോക്യുമെൻ്റ് എന്ന അർത്ഥത്തിൽ ഒരു വിഷനാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നോളജ് ബേസ്ഡ് എക്കോണമി എന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ വിഷൻ പോലെ, ഡ്രീം പോലെ മറ്റൊരു വിഷനാണ്. അതിൽ ഡീറ്റെയിൽസ് ഇല്ല. ഡീറ്റെയിൽസ് എന്താണെന്നുള്ള വരും വർഷം, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പുതിയ പ്രഖ്യാപനം ഉണ്ടാവുക. പക്ഷേ 5 കൊല്ലം സമയമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം വി ഡി സതീശൻ, അതിന് ഡീറ്റെയിൽസ് ഉണ്ടാവണം. പക്ഷേ സമൂലമായ പരിഷ്കരണം പല മേഖലകളിലും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തന്നെ പ്ലാനിംഗ് ബോർഡ് ഉടച്ചു വാർക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാരിൻ്റെ ഒരു ഉപദേശക തിങ്ക് ടാങ്ക് ആയിട്ട് അതിനെ പരിവപ്പെടുത്തും. അപ്പോൾ അത് നീതി ആയോഗിനെ പ്ലാനിംഗ് കമ്മീഷനെ ഉടച്ചു വാർത്തതുപോലെ നീതി ആയോഗ് സ്ഥാപിച്ചതുപോലെ മോദി മാതൃകയാണെന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സതീശൻ അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. പ്ലാനിംഗ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ആസൂത്രണമാണ്.
അങ്ങനെ ആസൂത്രണത്തിനപ്പുറം സർക്കാരിനെ ഉപദേശിക്കുക അതിൻ്റെ ഒരു കണ്ടിന്യൂയിങ് ഇംപ്ലിമെൻറ്റേഷൻ, കണ്ടിന്യൂയിങ് മോണിറ്ററിങ്, അതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. എന്തായാലും നല്ലത് തന്നെ. പക്ഷേ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ പദ്ധതികളിലും ഒരു സമൂലമായ റീസ്ട്രക്ചറിങ് കാണുന്നുണ്ട് എന്നുള്ളതൊരു ശുഭോദർക്കമാണ്. അതിപ്പോൾ ട്രൈബൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണെങ്കിലും ഇപ്പോൾ നേരത്തെ ദാവ്സായി പറഞ്ഞ പോലെ വയോജനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, അത് അവരുടെ പ്രകടന പത്രികയിലുള്ള കാര്യം തന്നെയാണ്, ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികളാണെങ്കിലും ഒരു പുതുമ നിലനിർത്താൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 5 വർഷം കൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ചെറിയ കാര്യങ്ങളല്ല. യെസ്, അതാണ്. എന്തായാലും ദീർഘകാല വികസനം ലക്ഷ്യമിട്ടുള്ള വൻകിട പദ്ധതികൾ ബജറ്റിലുണ്ട്. അതിൽ എന്തൊക്കെ നടപ്പാക്കാൻ കഴിയും വി.ഡി. സതീശൻ സർക്കാരിന്? അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? കേന്ദ്ര സർക്കാരിൽ നിന്ന് അവകാശപ്പെട്ട പണം അത് ലഭിക്കാൻ, അത് നേടിയെടുക്കാൻ സതീശൻ സർക്കാരിന് കഴിയുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്.